ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഉമേഷ് വൺ ബ്ലോഗ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ പറ്റിയാണ്. ഇൻട്രായൂട്രിൻ ഇൻഫെക്ഷൻസ് ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ബ്രെയിനിനുള്ളിലുള്ള മധ്യഭാഗത്തുള്ള വെൻട്രിക്കിൾസ് ഉണ്ട്. വെൻട്രിക്കിൾസിൽ എക്സസീവ് എമൗണ്ട് ഓഫ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹൈഡ്രോകെഫാലസ്. സാധാരണ രീതിയിൽ ഈ CSF സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വെൻട്രിക്കിൾസിൽ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ലാറ്റർ വെൻട്രിക്കിൾസിൽ, തേർഡ് വെൻട്രിക്കിൾസ്, ഫോർത്ത് വെൻട്രിക്കിൾസ്, ഇങ്ങനെയുള്ള വെൻട്രിക്കിൾസിൽ ഈ CSF ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കുഷ്യനായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് ഒരു സപ്പോർട്ട്, ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഒരു കുഷ്യനിങ് എഫക്റ്റ് കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ബ്രെയിനിലേക്കുള്ള നൗറിഷ്മെന്റ്, എന്തെങ്കിലും തരത്തിലുള്ള വിറ്റാമിൻസ്, മിനറൽസ്, ഇതൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നത് ഈ ഒരു CSF-ലൂടെയാണ്. അത് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അബ്നോർമൽ എമൗണ്ട് ഓഫ് സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ വെൻട്രിക്കിൾസ്, എക്സസീവ് എമൗണ്ടിൽ വെൻട്രിക്കിൾസ് വരുമ്പോൾ കുഞ്ഞിന്റെ തല വലുതായി വരുന്നു. നിങ്ങൾ കണ്ടു കാണും, ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളുടെ തല വലുതായി വരുന്നത്. അപ്പോൾ അതിന് ട്രീറ്റ്മെന്റിലേക്കൊക്കെ പിന്നെ വരാം. ഇത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോകെഫാലസ്, നോൺ ഒബ്സ്ട്രക്റ്റീവ് ഹൈഡ്രോകെഫാലസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോകെഫാലസ്, അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ഒബ്സ്ട്രക്റ്റീവ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കേറ്റീവ് ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ആണ്. ആ പേര് തന്നെ ഉണ്ട്. വെൻട്രിക്കിൾസിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരികയാണ് എന്തെങ്കിലും ഇൻട്രായൂട്രിൻ ഇൻഫെക്ഷൻ മൂലം. അതായത് ഇപ്പോ സൈറ്റോമെഗലോ വൈറസ്, റുബെല്ല, ടോക്സോപ്ലാസ്മോസിസ് തുടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷൻ, നമ്മൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഇൻട്രായൂട്രിൻ ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷൻ കൊണ്ട് വെൻട്രിക്കിൾസിൽ ഉണ്ടാകുന്ന ഒരു തടസ്സം, ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അവിടെ കെട്ടിക്കിടന്ന് തല വലുതായി വരുന്നു, ബൾജായി വരുന്നു. കുഞ്ഞുങ്ങളുടെ തലയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ആന്റീരിയർ ഫ്രോണ്ടലിൽ അവിടെ ഒരു പതിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. 18 മാസത്തിൽ മാത്രമേ ഇത് ഫ്യൂസ് ആകുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. നോൺ ഒബ്സ്ട്രക്റ്റീവ് ഹൈഡ്രോകെഫാലസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഹൈഡ്രോകെഫാലസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബെറക്കനോട് സ്പേസിലേക്ക് പോയിട്ട് ബ്ലഡിലേക്ക് അബ്സോർപ്ഷൻ ചെയ്യുകയാണ് ചെയ്യുക. ഈ അബ്സോർപ്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നോൺ കമ്മ്യൂണിക്കേറ്റീവ് ഹൈഡ്രോകെഫാലസ് വരുന്നത്. അപ്പൊ ഈ രണ്ട് ടൈപ്പുള്ള ഹൈഡ്രോകെഫാലസ് നോക്കുക. ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് ആണ്, ഒന്ന് നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണ്. അതിന് തന്നെ ഒബ്സ്ട്രക്റ്റീവിനെ നോൺ കമ്മ്യൂണിക്കേറ്റീവ് ഹൈഡ്രോകെഫാലസ് എന്നും നോൺ ഒബ്സ്ട്രക്റ്റീവിനെ കമ്മ്യൂണിക്കേറ്റീവ് ഹൈഡ്രോകെഫാലസ് എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഫസ്റ്റ് സൈൻ ആണ് എൻലാർജ്മെന്റ് ഓഫ് ദ ഫ്രോണ്ടൽ ഏരിയ. ഈ ഫ്രോണ്ടൽ ഏരിയയിലുള്ള ആണ് നമുക്ക് ആന്റീരിയർ ഫ്രോണ്ടനല്ല എന്ന് പറയും. ആന്റീരിയർ ഫ്രോണ്ടനല്ല അല്ലെങ്കിൽ ബ്രഗ്മ എന്ന് പറയുന്നത് ഈ ഒരു സ്യൂച്ചർ നിങ്ങൾ 18 മാസം ആകുമ്പോഴാണ് ഇവിടെ ക്ലോസ് ആകുന്നത്, ഫ്യൂസ് ആകുന്നത്. അപ്പൊ ഈ ഭാഗം ഒരു എൻലാർജ്മെന്റ് വരുന്നതാണ് ഫസ്റ്റ് സൈൻ ഓഫ് ഹൈഡ്രോകെഫാലസ്. എൻലാർജ്മെന്റ് ഓഫ് ദ ഫീറ്റൽ ഹെഡ്, എസ്പെഷ്യലി ഇൻ ദ ഫ്രോണ്ടൽ ഏരിയ. ഫ്രോണ്ടൽ ഏരിയയിലാണ് ആന്റീരിയർ ഫ്രോണ്ടനൽ ഉള്ളത് അല്ലെങ്കിൽ ബ്രഗ്മ ഉള്ളത്. അപ്പൊ ആ ഒരു ഏരിയയാണ് കേട്ടോ ബൾജാകുന്നത്. പിന്നെ ക്രാക്ക്ഡ് പോട്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഒരു പെർക്കഷൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഈ തലയുടെ ഭാഗത്ത് പെർക്കഷൻ ചെയ്യുകയാണെങ്കിൽ ക്രാക്ക്ഡ് പോട്ട് സൗണ്ട്, ഒരു പൊട്ടിയ കുട, ഒരു കുടത്തിന്റെ ഒക്കെ തട്ടുന്ന ആ ഒരു സൗണ്ട് ഇല്ലേ, അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മെയ്സ്വൻ സൈൻ, അതിനെ മെയ്സ്വൻ സൈൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് സൺസെറ്റിംഗ് സൈൻ ആണ്. കുഞ്ഞുങ്ങളുടെ കണ്ണ് ഇങ്ങനെ ഒരു, നമ്മൾ സൺസെറ്റ്, ആ ഒരു സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു സ്ക്ലേറയുടെ ഭാഗം പൊങ്ങി നിൽക്കുന്ന അത് കണ്ണിൽ വരാൻ, സൺസെറ്റിംഗ് സൈൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവും. അതുപോലെ തന്നെ വിസിബിൾ വെയിൻ ഇൻ ദ ഹെഡ്. അപ്പൊ അതെന്ന് വെച്ചാൽ തല ഒന്നാകും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിസിബിൾ വെയിൻസ് ഇൻ ദ ഹെഡ്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കാം. ഇതിന് പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട്, അതുപോലെ വെൻട്രിക്കുലർ ആട്രിയൽ ഷണ്ട്. വെൻട്രിക്കിളിൽ നിന്ന് ഒരു പമ്പ് നേരെ പെരിറ്റോണിയത്തിലേക്ക്, ഈ CSF നേരെ പെരിറ്റോണിയത്തിലേക്ക് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ വെൻട്രിക്കിളിൽ നിന്ന് ഹാർട്ടിന്റെ ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്യാണ് പമ്പ്, അങ്ങനെ അബ്സോർവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് കുഞ്ഞുങ്ങൾക്ക് ഈ തല വലുതാകുന്ന പ്രശ്നം മാറി നിങ്ങൾക്ക് അത് പെട്ടെന്ന് സുഖപ്പെടാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം വന്നാൽ കുഞ്ഞ് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, ഭയങ്കര ഹൈ പിച്ച്ഡ് ക്രൈ ആയിരിക്കും, അതുപോലെ സീഷേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുഞ്ഞിനെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നോൺ ഓപ്പറേറ്റീവ് സൈഡിലേക്ക് കുഞ്ഞിനെ കടത്തണം. കുഞ്ഞിനെ ഇത് മാൽഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ
നല്ല പെയിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അതുപോലെ കുഞ്ഞിന് ഗിഡിനെസ് പോലെയുള്ള കണ്ടീഷൻസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ജനറൽ ആയിട്ടൊരു കണ്ടീഷൻ പറഞ്ഞാണ് ഹൈഡ്രോകെഫാലസ് എന്നുള്ള കണ്ടീഷൻ. ഈ ഒരു CSFന്റെ അബ്നോർമൽ എമൗണ്ട് ഓഫ് എക്സസീവ് എമൗണ്ട് ഓഫ് CSF ഇൻ ദ വെൻട്രിക്കിൾസ്. സോ ദാറ്റ് ഈസ് ഹൈഡ്രോകെഫാലസ്. ക്രാക്ക്ഡ് പോർട്ട് സൗണ്ട്, മെസ്വൻ സൈന്, സൺസെറ്റിംഗ് സൈന്, വിസിബിൾ എൻലാർജ്ഡ് വെയിൻസ് ഇൻ ദ ഹെഡ് റീജിയൻ. അപ്പൊ നമുക്ക് അറിയാം തല മൊത്തത്തിൽ വലുതാവുകയാണ്. വെൻട്രിക്കുലർ ആർട്ടറിയൽ ഷണ്ട്, വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട് കുഞ്ഞിന് ചെയ്യാം. ഈ ഒരു പമ്പ് മാൽഫങ്ഷൻ ആകുകയാണെങ്കിൽ കുഞ്ഞിന് സിവിയർ ഹെഡേക്ക് ഉണ്ടാവും, അതുപോലെ ഇറിറ്റേഷൻസ്, ഹൈ പിച്ച്ഡ് ക്രൈ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.